ഈ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും സന്ദർശനവുമായി ബന്ധപ്പെട്ട് 22 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നു. അത് നന്നായിട്ട് വെട്ടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അത് നന്നായിട്ട് വെട്ടിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഉണ്ടാവും. എല്ലാ അന്വേഷണവും ഉണ്ടാവും. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വരാത്ത മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് പിട്ടടിച്ചവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. KPCC അധ്യക്ഷ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ഡൽഹിയിലെ ചർച്ചകളൊക്കെ ഒരുപാട് നാളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കൂടി ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? എന്താ? ശരി, ഓക്കെ. ഹൃദ്യം പദ്ധതി ശ്രീചിത്രയിൽ 2020 മുതൽ മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോവാണ്. ഈ ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിരുന്നു, അത് പുനരാരംഭിക്കണമെന്ന് പറഞ്ഞിട്ട്. വകുപ്പ് അതിലെ ഇടപെടുമോ? വകുപ്പ് തീർച്ചയായും ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും വകുപ്പ് അവരോടൊപ്പം നിൽക്കും. ഒരു ഉന്നതന്റെ പിടിവാശി കൊണ്ടാണ് ശ്രീചിത്രയിലെ ഇത് മുടങ്ങിപ്പോകുന്നത് എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും ഗവൺമെന്റ് അനുകൂലമാണ്. ബ്ലീച്ചിങ് പൗഡർ അത് CBI അത് വിജിലൻസ് അന്വേഷിക്കട്ടെ. ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. പ്രാഥമികമായിട്ട് ആദ്യത്തെ റിപ്പോർട്ടിൽ എന്തെങ്കിലുമൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നൊക്കെ ചില വിവരങ്ങൾ പറഞ്ഞു. അതിനുശേഷം കുറെ തെളിവുകൾ ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ അന്വേഷിക്കട്ടെ. എന്തിനാ വിജിലൻസ് അന്വേഷിക്കുന്നതിന്? എന്തിനാ ഭയപ്പെടുന്നതിന്? അത് അന്വേഷണം നടക്കട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ ഇടപാട് നടക്കുന്നത്. അതെ, ഇവിടെ റിസൾട്ട് വന്നതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ ഇറക്കാണ്ട് എന്തായിരുന്നു ഇത്ര തിരക്ക്? റിസൾട്ട് വന്ന് ജനങ്ങൾ വിധി എഴുത്താന്നാണ് പുറത്തു വന്നു. പുതിയ ആൾക്കാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? അതിലിടയ്ക്കും കച്ചവടം നടക്കണോ? അതുകൊണ്ടാ സംശയം. ഏതായാലും വിജിലൻസ് അന്വേഷിക്കട്ടെ.